നമ്മുടെ കവരത്തി ദ്വീപിലുള്ള മൂന്നാമത്തെ ദിവസം. ഇന്നലെ ഈ ദ്വീപിലെ കുറച്ച് കാഴ്ചകൾ കണ്ടിരുന്നു. ബൈക്ക് ഓടിക്കുന്നതാണ് ഷമീർ ഖാൻ. എല്ലഗോ ഹോളിഡേയ്സിന്റെ ഒരു മാനേജിംഗ് പാർട്ണറാണ്. ഇവരുടെ കൂടെയാണ് നമ്മൾ ദ്വീപിലെത്തിയത്. ഇവിടെ പൊതുവെ ആരും തന്നെ ഹെൽമെറ്റ് വച്ചതായി കണ്ടില്ല. നമ്മൾ ആദ്യം പോകുന്നത് സ്കൂബ ഡൈവിംഗ് ചെയ്യാനാണ്. നല്ല തെളിഞ്ഞ കാലാവസ്ഥ, ബീച്ചിന്റെ വശങ്ങളിൽ തെങ്ങുകൾ കാണാം. ലക്ഷദ്വീപിൽ ഏറ്റവും കൂടുതൽ കാണുക തെങ്ങുകളാണ്. കുറച്ചു നടന്ന് നമ്മൾ സാൻജി ബീച്ചിലെത്തി. അറ്റോൾ സ്കൂബ ടീമിന്റെ കൂടെയാണ് നമ്മൾ സ്കൂബ ഡൈവിങ്ങിന് പോകുന്നതിന് മുന്നേ ഒരു ഡിക്ലറേഷൻ ഫോം ഒക്കെ ഫിൽ ചെയ്ത് സൈൻ ചെയ്ത് നൽകി. ഒരാൾക്ക് 3000 രൂപയാണ് ഫീസ് ഈടാക്കുന്നത്. ഇപ്പോൾ സ്കൂബ ഡൈവിങ്ങിന് പോകുന്നതിന് മുന്നേ ഉള്ള പരിശീലനമാണ്. മാസ്കും ഓക്സിജൻ സിലിണ്ടറും ഘടിപ്പിക്കുക. ആഴമില്ലാത്ത കടലിൽ താഴ്ത്തി ശ്വാസം എടുക്കുന്നതിനുള്ള പരിശീലനമാണ് ആദ്യം. ഓക്സിജൻ സിലിണ്ടറിൽ നിന്നും ഒരു ട്യൂബ് വഴി വായിലൂടെ വേണം ശ്വാസം എടുക്കുക. മൂക്കിലൂടെ ശ്വസിക്കാൻ പാടില്ല. ആദ്യമായി ചെയ്യുന്നവർക്ക് ആദ്യം കുറച്ച് വെപ്രാളവും പേടിയും ഉണ്ടാകും. ഈ ട്രെയിനിങ്ങിൽ ഇത് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളത്തിനടിയിൽ വെച്ച് നമുക്ക് സംസാരിക്കാനാവില്ലല്ലോ. അതുകൊണ്ട് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ചില ഹാൻഡ് സിഗ്നലാണ് അടുത്ത ട്രെയിനിങ്. ഓക്കെ, താഴേക്ക് പോവാം, വേണ്ട, മുകളിലേക്ക് പോവാൻ, അങ്ങനെ കുറച്ച് അത്യാവശ്യം വേണ്ട സിഗ്നലുകൾ. നമുക്ക് പോകാനുള്ള ബോട്ട് റെഡിയായി. ഓരോരുത്തരായി ബോട്ടിൽ കയറി. ഇതൊരു ഗ്ലാസ് ബോട്ടാണ്. ബോട്ടിൻ്റെ അടിഭാഗം ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. ബോട്ടിൽ ഇരുന്ന് തന്നെ കടലിൻ്റെ അടിയിലെ കാഴ്ചകൾ കാണാനാവും. ഇതാണ് 11 പേരടങ്ങുന്ന ഞങ്ങളുടെ ടീം. കടലിന് ഇളം നീല നിറം, മാലിന്യമില്ലാത്ത നല്ല തെളിഞ്ഞ വെള്ളം. ആൻഡമാൻ ദ്വീപിൽ വെച്ച് ഒരു വട്ടം സ്കൂബ ഡൈവിംഗ് ചെയ്തിരുന്നു. അന്ന് കടലിന് കടും നീല നിറമായിരുന്നു. മാസ്കും ഓക്സിജൻ സിലിണ്ടറും ഒക്കെ ഘടിപ്പിച്ച് കടലിലേക്ക് ചെന്നു. കടലിൻ്റെ അടിത്തട്ടിലെ വർണ്ണ മത്സ്യങ്ങളെയും പവിഴപ്പുറ്റുകളെയും കാണാൻ തുടങ്ങി. ഇവിടെ അധികം ആഴത്തിൽ പോവാതെ തന്നെ കാഴ്ചകൾ കാണാൻ കഴിയും എന്നതാണ് ലക്ഷദ്വീപിൻ്റെ പ്രത്യേകത. ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ഓരോരുത്തരുടെ കൂടെ ഉണ്ടാവും. അവരാണ് നമ്മളെ അടിത്തട്ടിലേക്ക് ഓരോ കാഴ്ചകളിലേക്കും കൊണ്ടുപോകുന്നത്.
ഏകദേശം 10 മിനിറ്റോളം അടിത്തട്ടിലെ കാഴ്ചകൾ കണ്ടു. പല ഇന വർണ്ണ മത്സ്യങ്ങളും കോറൽസും നല്ലൊരു കാഴ്ച സമ്മാനിച്ച് ഇവിടുത്തെ സ്കൂബ ഡൈവിംഗ്. ബോട്ട് നല്ല സ്പീഡിൽ ദ്വീപിനെ ലക്ഷ്യം വെച്ച് കുതിച്ചു നീങ്ങുന്നു. ഇവിടുത്തെ കടൽ എത്ര കണ്ടാലും മതി വരില്ല. എന്നാലും ആരും ഒന്ന് താരതമ്യം ചെയ്തു പോവും അടുത്ത് കിടക്കുന്ന കേരളത്തിൻ്റെ കടലിൻ്റെ നിറവുമായി. ആകാശം മഴമേഘം കയറി ഇരുണ്ടു മൂടി തുടങ്ങി. മഴ പെയ്യാതെ പോയി. ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് വിശ്രമത്തിന് ശേഷം അടുത്ത കാഴ്ചയിലേക്ക് പോവാണ്. ബൈക്ക് ഓടിക്കുന്നതാണ് മുഹമ്മദ് ഫക്രുൽ ഇസ്ലാം. മമ്മൂസ് എന്ന് എല്ലാവരും ഇവിടെ വിളിക്കും. ദ്വീപിലെ നിവാസിയാണ്. ഇവിടുത്തെ നമ്മുടെ സ്പോൺസർ ആൻഡ് ഗൈഡാണ്. എല്ലാ വഴിയും കോൺക്രീറ്റ് ചെയ്തതാണ്. വശങ്ങളിൽ കാണാം ഇവിടുത്തെ വീടുകൾ. മാർബിൾ വീട് കുറേ വർഷമായി. ഇതാണ് കവരത്തിലെ ലൈറ്റ് ഹൗസ്. ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലാണ് ഇത്. അനാർക്കലി സിനിമയിൽ കാണിക്കുന്ന ലൈറ്റ് ഹൗസ് ഇതാണ്. ഇവിടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന സന്ദർശകരെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. ഇതാണ് PWDയുടെ കീഴിലുള്ള ഡീസാലിനേഷൻ പ്ലാന്റ്. ഇവിടുത്തെ കടൽജലത്തെ കുടിവെള്ളമാക്കി മാറ്റുന്ന ഡീസാലിനേഷൻ സാങ്കേതികതയാണ് LTTD, ലോ ടെമ്പറേച്ചർ തെർമൽ ഡീസാലിനേഷൻ. ലോകത്തിലെ ആദ്യത്തെ LTTD പ്ലാന്റ് ആണ് ഇത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി NIOT ചെന്നൈയാണ് ഇതിവിടെ വികസിപ്പിച്ചെടുത്തത്. നമ്മളിപ്പോൾ ഉള്ളത് കവരത്തിയിലെ സോൾട്ട് വാട്ടർ ഫിൽറ്റർ ചെയ്യുന്ന സ്ഥലത്താണ്. അതായത് നമ്മുടെ കടലിൽ നിന്ന് ഉപ്പ് വെള്ളമാണെങ്കിൽ എടുത്തിട്ട് അതാണെങ്കിൽ ശുദ്ധീകരിച്ച് ഡ്രിങ്കിങ് വാട്ടർ ആക്കി മാറ്റുന്ന പ്ലാന്റിൻ്റെ അവിടെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ കാണുന്ന ഏരിയ കേട്ടോ. അപ്പോൾ അവിടുന്ന് ഉപ്പുവെള്ളം ഇൻടേക്ക് ചെയ്തിട്ട് ഈ കാണുന്നതാണ് പ്ലാന്റ്. ഈ പ്ലാന്റ് ശുദ്ധീകരിച്ച് ഇവിടുത്തെ ദ്വീപിലെ നിവാസികൾക്ക് കുടിവെള്ളത്തിന് വേണ്ടി സപ്ലൈ ചെയ്യുന്നത് ഇവിടുന്നാണ്. ഓരോ ദിവസവും കുറഞ്ഞത് 1,00,000 ലിറ്റർ കുടിവെള്ളം ഉൽപ്പാദിപ്പിച്ച് ദ്വീപ് നിവാസികൾക്ക് നൽകുന്നു. ഡീസൽ ജനറേറ്റർ സെറ്റുകൾ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഉപരിതലത്തിൽ നിന്നും 1000 മുതൽ 2000 അടി താഴെയുള്ള സമുദ്രജലം ഉപരിതല ജലത്തേക്കാൾ 4 to 8 ഡിഗ്രി സെൽഷ്യസ് തണുപ്പാണ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ രീതി. ചൂടുള്ള ഉപരിതല സമുദ്രജലം താഴ്ന്ന മർദ്ദത്തിൽ ബാഷ്പീകരിക്കുകയും നീരാവി തണുത്ത ആഴക്കടൽ ജലത്തിൽ ഘനീഭവിക്കുകയും ചെയ്യുന്ന പ്രോസസ്സാണ് LTTD. ബാഷ്പീകരിച്ച ശുദ്ധജലം കുടിക്കാനായി ഉപയോഗിക്കുന്നു. ശുദ്ധീകരിച്ച വെള്ളം ഒന്ന് കുടിച്ചു നോക്കാം. കുടിച്ചു നോക്കട്ടെ. നല്ല തണുപ്പാണിത്. തണുത്തുള്ള ഓടിയാ സോഡലയും സൂപ്പർ. ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ബോട്ടിങ്ങിനായി നിർമ്മിച്ചിരിക്കുന്ന ടാങ്കാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇതിൽ ബോട്ടൊന്നുമില്ല.
സൂര്യൻ അസ്തമിക്കാറായി. ഇപ്പോൾ ഉള്ളത് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററിന്റെ ബംഗ്ലാവിന് മുന്നിലുള്ള ബീച്ചിലാണ്. വേലിയിറക്കമായതിനാൽ കടൽജലം ഇറങ്ങിക്കിടക്കുന്നു. ഇവിടെ കുറെ കുട്ടികൾ പന്ത് കളിക്കുന്നു. കുട്ടികളുടെ കൂടെ വന്ന അമ്മമാർ വർത്തമാനമൊക്കെ പറഞ്ഞു നിൽക്കുന്നത് കാണാം. വൈകുന്നേരമായ ഇങ്ങനത്തെ ഒത്തുകൂടൽ ദ്വീപിൽ എവിടെയും കാണാം. നമ്മുടെ നാട്ടിൽ നിന്നും അകന്നുപോയ ഒരു കാഴ്ചയാണിത്. കുറേ നേരം കാഴ്ചകളൊക്കെ കണ്ട് ഇതിലെ നടന്നു. നാളെ നമ്മൾ ഈ ദ്വീപിൽ നിന്നും അഗത്തി ദ്വീപിലേക്ക് പോവുകയാണ്. പിന്നെ അവിടെ നിന്ന് ബംഗാരം ദ്വീപിലെ കാഴ്ചകളിലേക്ക്. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദ്വീപിലെ കാഴ്ചകളുമായി മറ്റൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ.